നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം നല്ല കുടുംബമാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. പലരും ഭർത്താവിൻ്റെ സ്വഭാവം ശരിയില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം ശരിയില്ല, മക്കൾ ശരിയില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. പലർക്കും അത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം നല്ല കുടുംബമാകാൻ, മക്കളെ കൊണ്ട് കൺകുളിർമയുണ്ടാകാൻ, ഭാര്യയും ഭർത്താവും നന്നാകാൻ, ഐശ്വര്യമുള്ള കുടുംബം കിട്ടാൻ നമ്മൾ പതിവാക്കേണ്ട ഒരു ദുആ ഉണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. വിവാഹം കഴിഞ്ഞവർ മാത്രമല്ല, വിവാഹം കഴിയാനുള്ളവരും ദുആ ചെയ്യണം. ആ ദുആ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അപ്പോൾ നമ്മുടെ കുടുംബം നന്നാകും. മക്കളൊക്കെ ആകെ പ്രശ്നത്തിലായി, കുരുമാലായി, പിടിച്ചെടുത്ത് കിട്ടാനാകാത്തപ്പോഴാണ് ഉസ്താദുമാരോട് നമ്മൾ പറയാം. അല്ലെങ്കിൽ കുടുംബമൊക്കെ ആകെ താറുമാറായി, സമാധാനമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കുടുംബത്തിൽ സമാധാനമില്ല, അതിന് പരിഹാരം വേണം എന്ന് പലരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ മുമ്പേ നമ്മൾ സ്ഥിരമായിട്ട് ആ ദുആ നമ്മൾ ദുആയിൽ കൊണ്ടുവരിക. ചെറിയൊരു ദുആ ആണ്. നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കല്യാണം കഴിഞ്ഞവർക്കും ദുആ ചെയ്യാം. എപ്പോഴും പതിവാക്കുക. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ഹബ് മിൻ അസ്വാജിന വസുർരിയാത്തിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ഹബ് മിൻ അസ്വാജിന വസുർരിയാത്തിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ ഇണയിൽ നിന്നും എൻ്റെ സന്താനങ്ങളിൽ നിന്നൊക്കെ എനിക്ക് നീ കൺകുളിർമ തരണമേ. എന്നെ നീ മുത്തഖീങ്ങളുടെ, സജ്ജനങ്ങളുടെ നായകനാക്കണമേ എന്നർത്ഥം വരുന്ന ദുആ. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഇണ, സന്താനം, അതിൽ നിന്നൊക്കെ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കൺകുളിർക്കണം. അവരൊക്കെ നല്ലവരായി, അവരൊക്കെ നമുക്ക് സന്തോഷം തരുന്നവരായി മാറണം. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, എന്നെ നീ സജ്ജനങ്ങളുടെ ഇമാമാക്കണമേ എന്നാണ് പ്രാർത്ഥന. സജ്ജനങ്ങളുടെ ഇമാമാകുക എന്ന് വെച്ചാൽ നല്ലവരുടെ നായകനാകുക. അപ്പം നമ്മളാദ്യം നന്നായിരിക്കണം, എങ്കിലല്ലേ നമുക്ക് നല്ലവരുടെ നേതാവാകാൻ വേണ്ടി പറ്റുള്ളൂ.